എടി കൊച്ചെ, അമേരിക്ക പോണെങ്കിൽ പോട്ടെ, നീ എൻ്റെ കൂടെ ഇവിടെ നിന്നോ. നിന്നെ ഞാൻ എൻ്റെ മോളെ പോലെ നോക്കിക്കോളാം. എന്താ പോരെ? മോനെ കാക്ക കയറാൻ നോക്കണേ, ഞാൻ ഇപ്പൊ വരാം. പവിത്ര സാഗനോട് പറഞ്ഞേ പെട്ടെന്ന് തന്നെ കാര്യങ്ങളും തീരുമാനാക്കണം. എടാ രാജേഷ്, എല്ലാം പോയടാ. എന്താ പറ്റിയ? എന്റെ നല്ല കാലത്തൊന്നും ഞാൻ നിന്നെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. നിന്നെ ഞാൻ സഹായിച്ചിട്ടുമില്ല. എനിക്ക് ആലോചിക്കാൻ വയ്യ. ഞാൻ ചെയ്തത് തെറ്റാ. നീ കരാതെ കാര്യം പറ രാജി. ഇല്ലടാ, ഞാൻ ചെയ്ത തെറ്റോർത്തിട്ട് എനിക്ക് സഹിക്കാൻ പറ്റണില്ല. നീ വന്നേ, നീ അവിടെ ഇരുന്നേ. വെള്ളം ഉണ്ടെങ്കിൽ കുടിക്കായിരുന്നു. എടാ രാജേഷ്, പണ്ട് നമ്മൾ എങ്ങനെ കഴിഞ്ഞിരുന്നതാടാ. അമ്മയെ കാണാൻ നീ കരഞ്ഞോണ്ടിരുന്നപ്പോ ഞാൻ നിന്നെ ആശ്വസിപ്പിച്ചതൊക്കെ നിനക്ക് ഓർമ്മയുണ്ടോ? എന്റെ കല്യാണം നടത്താൻ വേണ്ടിട്ട് ലോൺ എടുത്തിട്ട് അതടയ്ക്കാൻ പറ്റണം. എപ്പോഴും രമേശ് ഏട്ടൻ പറയും. മാത്രമേ ഉള്ളൂ. എന്റെ പൊന്ന് രാജി, നീ പഴയ കഥയൊക്കെ പറയാണ്ട് കാര്യം എന്താന്ന് വെച്ചാ പറ. രമേശ് ഏട്ടൻ ജയിലില്ല. എന്തിന്? അത് എന്തോ പൈസ തട്ടിപ്പിന്റെ കേസാ. ദൈവമേ, അറബീനെ തല്ലിന്നോ? അറബീനെയൊക്കെ ആരെങ്കിലും തല്ലുവോ? 15 ലക്ഷം രൂപ കൊടുത്താലേ പുറത്തിറക്കാൻ പറ്റുള്ളൂ എന്നാ പറയണേ. ഞാൻ ആരോടാ ചോദിക്കണേ? എനിക്ക് ആരുമില്ലേ. സത്യയുടെ പൈസ കിട്ടിയില്ലേ കൊച്ചിന് വിഷം കൊടുത്തിട്ട് ഞാനും ചാവും. രാജി, നീ കരയല്ലേ? നമുക്ക് വഴിയുണ്ടാക്കാം. നീ കരച്ചിൽ നിർത്ത്. ഇത് 8 ലക്ഷം രൂപ ഉണ്ട്. എന്താന്ന് വെച്ചാ ചെയ്. അപ്പൊ ബാക്കി എന്നാ പിന്നെ ബാക്കി കൂടെ ഉണ്ടാക്കിട്ട് തരാം. അതുവരെ രമേശ് ജയിലിൽ കിടക്കട്ടെ. പിന്നല്ലാതെ ബാക്കി ഞാൻ സ്വർണം വിട്ടിട്ട് കൊടുത്തോളാം. എന്താ എടാ, ചൈനക്കാരി പവിത്ര സാഹിനെ കല്ലെറിഞ്ഞ പാർട്ടിക്കാരാകെ ഇളകിക്കണാണ്. നീ എത്രയും വേഗം അവളെ കണ്ടുപിടിച്ച് എങ്ങോട്ടെങ്കിലും രക്ഷപ്പെടുത്താന്നോ? എടാ രാജേഷ്, ഞാനൊന്ന് ഇറങ്ങട്ടെ. ഫോട്ടോ വെയിറ്റ് ചെയ്യണേ. എടാ, പാർട്ടിക്കാരാണ്, വേഗാട്ടെ. അവരുടെ കയ്യിലെങ്ങനെ അതിനെ കിട്ടിക്കഴിഞ്ഞാണ്ടല്ലോ. എന്റെ കുഞ്ഞെ, അവളാ പവിത്ര സഖാവിനെ കല്ലെടുത്തെറിഞ്ഞതിന് പാർട്ടിക്കാരെല്ലാം കൂടെ ഓടിച്ചപ്പം അവളാ ജനാർദ്ദന്റെ പറമ്പിന്റെ പറമ്പിൽ കൂടെ ഓടിയിട്ടുണ്ട്. ഒന്നും നോക്കിക്കോണേ. എന്നാലും ഈ പെൺകുട്ടി നോക്കല്ലേ. പോയി കിടക്കുക. ഇവിടെയൊന്നും ഇല്ല. നീ ഇവിടെ പോയി നോക്കാനാ? രാജേഷ്, രാജേഷ്, അത് അവളല്ലേ വിളിക്കുന്നത്. ഞങ്ങൾ അങ്ങോട്ട് രാജേഷ്, രാജേഷ്, സോറി
Sorry, it വിട്ടെ, was a കരയല്ലേ കരയല്ലേ, പേടിക്കണ്ട പേടിക്കണ്ട കേട്ടോ, ഒരു കുഴപ്പമില്ല. തനിക്ക് കുഴപ്പമില്ലായിരിക്കും, എനിക്ക് കുഴപ്പമുണ്ട്. നീ എന്ത് പണിയടി കാണിച്ചേ? എന്റെ ഓർമ്മ പോയി, വീട് പോയി, കാശും പോയി. ബാക്കിയുള്ളത് ഈ തടിയാ, അതുകൂടെ നീ കേടാക്കുമല്ലോ. ആ പവിത്ര സഖാവിനിട്ട് കലർന്ന് നിനക്ക് എന്ത് കിട്ടി? നിനക്ക് കലറിനെ ടിബറ്റിൽ പോയി കലറി. ഇങ്ങനെ നീ എന്തൊക്കെയാണ് ഈ പറയണേ? ഈ കൊച്ചുകൊണ്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് വല്ലതും മനസ്സിലാവും? നീ തെരേസനെ വിളിക്കുക, ആ പെണ്ണ് വന്നു എന്താണ് ചോദിച്ചില്ലേക്കും. അല്ല ചുമ്മാ ഇറ്റ് ഈസ് എ ഒളിച്ചിരുന്നതിന് കലിപ്പ്. പോരെ നോക്കടാ ഇറക്കി വിടാ ചൈനക്കാരിയെ. അവരിവിടെ ഇല്ല, അവിടെ ഇല്ല, ഞാൻ വിജയന്റെ വീട്ടിൽ കാണും. ആ തെരേസ ഉണ്ട്. എന്തായി? കല്ലെറിഞ്ഞ എന്തിനാന്ന് പറഞ്ഞോ? നീ തന്നെ പോയി ചോദിക്ക്. ഷെൻ, what happened? I hate communists. They orphaned me. I lost my control when I saw the red flags and the penance. I'm sorry. Don't cry, we'll find a way. എങ്ങനെയുണ്ട് സഖാവേ? ഇല്ല, കുഴപ്പമൊന്നുമില്ല. അതെ, എല്ലാവരോടും ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. ചാനലുകാരൊക്കെ ഈ വിഷയത്തിൽ ഒരു കണക്കിന് ഒതുക്കി വിട്ടേക്കണാണ്. കാരണം കമ്മ്യൂണിസ്റ്റ് രാജ്യത്ത് നിന്നൊരു പെണ്ണു വന്ന് കമ്മ്യൂണിസ്റ്റുകാരെ തന്നെ കല്ലെറിഞ്ഞു എന്ന് പറഞ്ഞാൽ പ്രശ്നം ദേശീയ തലം വരെ എത്തും, നാറും. അതുകൊണ്ട് ഈ വിഷയത്തിന് ഇനി സഖാക്കന്മാർ ആരും ഒന്നും പ്രതികരിക്കാൻ പോണ്ട. അവിടെ ഇരിക്കെ പറയണ മുഴുവൻ കേക്ക്. നമ്മൾ ഈ വിഷയത്തിൽ നേരിട്ട് ഇടപെടണില്ലെന്നേ ഉള്ളൂ. അവളെ അറസ്റ്റ് ചെയ്യും. NDPS ആക്ടാണ് ചാർജ് ചെയ്യാൻ പോണത്, മയക്കുമരുന്ന് കേസ്. മിനിമം ഒരു കൊല്ലമെങ്കിലും അവൾ അകത്ത് കിടക്കും. എന്നിട്ടേ ജാമ്യം പോലും കിട്ടൂ. എന്താ പോരെ? നിങ്ങൾ ചൈനക്കാരിയെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടുന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ എന്നെ അറിയിക്കണം, ഞാൻ പോലീസിൽ അറിയിച്ചോളാം. അവനോട് ചോദിക്കാം. വണ്ടി നിർത്ത്. ഇതാണോടോ തെരേസയുടെ വീട്? അത് ഈ വീടാ സാർ. ദേ, പോലീസ്. പോലീസോ? അങ്ങനെ ഒരു സംഭവം രാജേഷേ, ഞങ്ങൾ അവിടെ പോലീസ് പോലീസ്. അങ്ങോട്ടല്ല, ഇങ്ങോട്ട്. എന്താടി? വലിയമ്മച്ചി, പോലീസ്. പോലീസോ? ഇവളെ കൊണ്ടുപോകാൻ വേണ്ടി വന്നാണ്. വലിയമ്മച്ചി, എന്താണ്? രാജേഷ് എന്ന് പറയുന്ന ഒരുത്തിനും ഒരു ചൈനക്കാരി ഇവിടെ ഉണ്ടോ? ഇവിടില്ല. ഇവിടെ ഉണ്ടെന്നൊരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ടല്ലോ. ഇവിടെ ആരുമില്ല. അങ്ങനെയാണ് എനിക്ക് ഇവിടെ കയറി പരിശോധിക്കണമല്ലോ. വാറണ്ട് ഉണ്ടോ? വാറണ്ട് ഇല്ലാതെ ഇവിടെ തന്നെ കയറാൻ പറ്റത്തില്ലേ? സഖാവ് പൗളിന്റെ വീട്ടിൽ പോലീസ് കയറണമെങ്കിൽ വാറണ്ട് വേണം. അതില്ലാതെ അകത്ത് കയറാൻ ധൈര്യമുണ്ട്, ഏമാൻ കയറിക്കോ. സാറേ, സാറേ വേണ്ട. സാറേ വേണ്ട സാറേ, പണിയാവും. എന്നേ കേറുന്നില്ലേ? കേറോ? സാറേ, പാർട്ടിക്കാരിയ പ്രശ്നം. വാ സാറേ. അധികം ഞെരിക്കാതെ പോകാൻ നോക്കും മോനെ. മാസല്ലേ?